കുട്ടിക്കാലത്ത് ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ ഇപ്പൊ സമയം കിട്ടാറില്ല. എങ്കിലും ഒരെണ്ണം ഞാൻ സാറിന് വേണ്ടി എഴുതുന്നുണ്ട്. അതറിയാം. എനിക്ക് വേണ്ടി ഞാൻ തന്നെ എഴുതുമ്പോ സിനിമയിൽ എനിക്ക് എന്റെ കഴിവുകൾ തെളിയിക്കാലോ. അല്ല, ഇത്രയും കാലം ഞാനായിട്ട് ക്ഷമിച്ചില്ലേ എനിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തിരക്കഥ കിട്ടാൻ വേണ്ടി. ഹും, ഇതുവരെ ഒരെണ്ണം കിട്ടാത്തോണ്ടാ ഞാനിങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത്. ആ, പിന്നെന്താ, നല്ല കഥയാ, നല്ല ഫീലുള്ള കഥ. ആ, ഞാൻ എഴുതി കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. ഓക്കെ, ബൈ. ഏത് സീനിന്ന് ആദ്യം തുടങ്ങാ? ഫൈറ്റും തുടങ്ങിയാലോ? തെലുങ്കെന്നോ കന്നഡയെന്നോ ഒറ്റ സീൻ അടിച്ചു മാറ്റാം. അല്ല, അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. എഴുത്തുകാരനും നടനുമായ ശങ്കർ മേനോനെ പോലെ സ്വന്തം കാലിൽ മലയാള സിനിമയിൽ നിൽക്കണം. എന്നിട്ട് എന്റെ കഥയിൽ നായകനായി എനിക്ക് വിലസണം. അപ്പൊ ചാൻസ് തെണ്ടി നടക്കണ്ടല്ലോ. എന്താടാ ഏ ഒറ്റയ്ക്കൊരു സംസാരം? ഞാനൊരു കഥ എഴുതാനിരിക്കാ പറു. കുറച്ച് ഏകാന്തത വേണം. അപ്പോ നീ അഭിനയം വിട്ട് എഴുത്തു തുടങ്ങിയോ? ചാൻസ് കിട്ടുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് അവരവർക്ക് വേണ്ടത് അവരവരെന്നെ എഴുതിയുണ്ടാക്കുക എന്നുള്ള മലയാള സിനിമയുടെ പുതിയ രീതി ഞാനും ഫോളോ ചെയ്യുന്നു. അത് നന്നായി. സിനിമ ഇറങ്ങി കഴിയുമ്പോ നമ്മള് ഫേസ്ബുക്ക് വഴി ഒന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒന്ന് വിജയിപ്പിച്ചോളും. അല്ല, എന്താ കഥന്റെ പേര്? പരസ്യം പതിക്കരുത്. അയ്യേ, ഇതെന്ത് പേരാ? വെറൈറ്റി അല്ലേ, ഇതിനെന്താ കുഴപ്പം? കുഴപ്പത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു നീ എന്നെ കുഴപ്പത്തിലാക്കല്ലേ. പോട്ടെ, കഥ എന്താ? കഥ പറയാം, പക്ഷെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നീ ആരോടെയും പറയോ? അതെ, ഞാൻ എന്റെ ജിമ്മിൽ മൊത്തം പോസ്റ്റർ ഒട്ടിക്കാൻ പോവാണല്ലോ. ഹേ, എനിക്ക് എന്തിനാടാ നിന്റെ കഥ? ഒന്ന് പറടാ. എന്നാ കേട്ടോ. സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന ഈ ന്യൂ ജനറേഷൻ സിനിമ നടക്കുന്നത് സിറ്റിയിലല്ല, ഒരു ഗ്രാമത്തിലാ. ഗ്രാമത്തിന്റെ പേര് ഗ്രാമത്തിന്റെ പേര് പാലൂട്ടി. എന്തുട്ടി? പാലൂട്ടി. പാലൂട്ടി നല്ല പേരല്ലേ? അല്ല, പേര് വേണമെങ്കിൽ മാറ്റാം, പക്ഷെ കഥ നല്ലതാ. ഒന്ന് കേട്ടിട്ട്. അയ്യോ വയ്യ, ശക്തിയില്ല. നീ ആളെ വിടുമോനെ. എടി പ്ലീസ്, ഇതൊന്നും കേട്ടിട്ട് ഞാൻ ഒന്ന് പറയട്ടെ. എടാ പോട്ടെ, മാറിക്കേ, ഞാൻ കഥയൊക്കെ പിന്നെ കേക്കാം. നീ കേൾക്കില്ല അല്ലേ? കേൾക്കാതെ നീ ഇവിടുന്ന് പുറത്തു പോവില്ല. കഥ പറയട്ടെ. പറഞ്ഞു, നീ പറഞ്ഞു, ഞാൻ കേക്കാം. ആ, അങ്ങനെ പാലൂട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ പശുത്തൊഴുത്തിലെ ചാണകക്കുണ്ടെന്ന് നമ്മൾ ആദ്യത്തെ ഷോട്ട്. ഏ ഹാ, അതൊക്കെ ഉണ്ടാവും. കേൾവിക്കാരന്റെ റിയാക്ഷൻ ഇതിൽ ഭയങ്കര പ്രധാന. ഛർദിക്കണോ? വേണ്ട, ആ, പറഞ്ഞു. അപ്പോ കേട്ടോ. ചാണകക്കുണ്ടിൽ നിന്ന് പൊങ്ങി വരുന്ന നായകൻ. അയ്യേ, ഇവളെന്താ ഇങ്ങനെ?